ജിടിക്കെതിരായ ആരോപണങ്ങളെക്കുറിച്ച് കേന്ദ്രം അടിയന്തരമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്ന് സെൻട്രൽ ആന്റി കറപ്ഷൻ ബ്യൂറോയിൽ നിന്ന് അന്വേഷണങ്ങൾക്കായി IPS റാങ്കിലുള്ള ഒരു ഓഫീസറെ കേരളത്തിലേക്ക് നിയമിച്ചും കഴിഞ്ഞു. അങ്ങനെ വെറും ഒരു അന്വേഷണത്തിന്റെ പേര് പറഞ്ഞു GTയെ രക്ഷിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ശ്രമത്തെ തടയുക തന്നെ ചെയ്യും ഞങ്ങൾ. മാത്രമല്ല അയാളെ ഈ മണ്ണിൽ കാലുകുത്തിക്കുന്ന പ്രശ്നവും ഉദിക്കുന്നില്ല. നത്തിങ് ഡൂയിങ് GT. പ്രതിപക്ഷമെന്നല്ല, ഒരു ശക്തിയെയും നിങ്ങളെ തൊടാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇത് നമ്മുടെ പാർട്ടി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിന്റെ തീരുമാനമാണ്. അതെ, ഏത് അന്വേഷണങ്ങളെയും നേരിടാൻ ഒരുങ്ങിക്കോളൂ GT. ഒപ്പം ഈ ഫറൂഖ് ഷാ ഉണ്ട്. ഏത് പ്രതിസന്ധിയിലും GTയോടൊപ്പം നിൽക്കാൻ കടപ്പെട്ടവനായ ഫറൂഖ് ഷാ. ഈ അവസ്ഥയിൽ GT കേരളത്തിൽ ലാൻഡ് ചെയ്താ എന്ത് സംഭവിക്കാം? ഞാൻ നോക്കിയിട്ട് ഒരു പോംവഴിയെ കാണുന്നുള്ളൂ. GTയുടെ അമ്മ എലിസബത്ത് മാമൻ. ആഹാ, കുഞ്ഞമ്മിയും റഷീദും എല്ലാരും ഉണ്ടല്ലോ. എന്നതാ വിശേഷം? ഇരിക്കേ. ഇലക്ഷന് തൊട്ടു മുമ്പ് സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പേര് മറപ്പിച്ചേച്ച് ഇവിടെ നിന്ന് പോയതിൽ പിന്നെ കാണുന്നത് ഇപ്പോഴാ. പറഞ്ഞോ കുഞ്ഞമ്മേ, എന്നതാ വന്ന കാര്യം? CMന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. മന്ത്രിസഭ ഇപ്പൊ ശരിക്കും ഒരു പ്രതിസന്ധിയില്ല. GT രാജിവെക്കണമെന്ന അഭിപ്രായമുണ്ട് ഘടകകക്ഷികളിൽ ചിലർക്ക്. അതിനിടയിലെ ലണ്ടനിൽ നിന്ന് വരുന്ന GTയെ കേരളത്തിലെ കാലുകുത്തിക്കില്ല എന്നുള്ള വാശിയിലാ പ്രതിപക്ഷം. ഇതാ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി. ഇതിലിപ്പോ ഞാൻ എന്നെ വേണമെന്നാ? GT ഏതെങ്കിലും അന്യ സംസ്ഥാനത്ത് ഫ്ലൈറ്റ് ഇറങ്ങിയ പ്രശ്നം ഒന്ന് തണുക്കും. അതിന് ചേച്ചി ഒന്ന് പറഞ്ഞ് GTയെ കൊണ്ട് സമ്മതിപ്പിക്കണം. അതെ, അമ്മച്ചി പറഞ്ഞ GT അനുസരിക്കും. നിങ്ങൾ പറഞ്ഞത് നേരാ. ഞാൻ പറഞ്ഞാൽ അവൻ അനുസരിക്കും. പക്ഷേ അതിലൊരു ന്യായം വേണം. ഇതിലിപ്പോഴെന്നതാ ന്യായമുള്ളത്? ഒന്ന് പറഞ്ഞേ. അല്ല, അവരൊക്കെ ഉണ്ടാക്കുന്ന ആരോപണങ്ങളിലും വിവാദങ്ങളിലും പെട്ട് വെറുതെ GTയുടെ രാഷ്ട്രീയ ഭാവി. അങ്ങനെ ചുമ്മാ ഒരു ആരോപണത്തിന്റെ പുട്ടുകുമ്പത്തെ വേവിച്ചിറക്കാനുള്ള ചരക്കല്ല ചേന്നംകുളത്തുകാർക്ക് രാഷ്ട്രീയം. അറിയാമോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ജോർജ് കുട്ടിയെ പുരോഹിതനാക്കാമെന്ന് നേർന്ന അവന്റെ വല്യപ്പന്റെ വാക്കും തെറ്റിച്ച് എന്റെ കെട്ടിയോന്റെ മാമച്ചന്റെ കൈയും പിടിച്ച് 14-ാം വയസ്സിൽ അവൻ പോയത് പൊളിറ്റിക്സിലോട്ടാ. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്നതാ? ഇപ്പോഴുള്ള നേര് നിറയും കെട്ട പൊളിറ്റിക്സ് അല്ല. അപ്പന്മാരുണ്ടാക്കിയ പാരമ്പര്യവുമായിട്ട് ജനസേവനത്തിന്റെ വേദപുസ്തകം കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയ പൊളിറ്റിക്സിലോട്ടാണ് അവൻ ഇറങ്ങിയത്. അതിന് അവനെ ഒപ്പീസ് ചൊല്ലി പുറത്താക്കാമെന്ന് ഒരു അപ്പോസ്റ്റലിനും കരുതണ്ട. ഞങ്ങൾ പറഞ്ഞ കാര്യത്തില് അമ്മച്ചി ഇതുവരെ ഒരു തീരുമാനം പറഞ്ഞില്ല. പറയാൻ ഒറ്റ തീരുമാനമേ ഉള്ളൂ. CM ജോർജ് തെരിയൻ പ്ലെയിൻ ഇറങ്ങുന്നത് ഈ സംസ്ഥാനത്ത് തന്നെയാ. സംസ്ഥാനത്തെന്ന് പറഞ്ഞാൽ തലസ്ഥാനത്ത്, അത് അച്ചട്ട. എന്നിട്ട് അവൻ അന്ന് നടക്കുന്ന ലേസൺ കമ്മിറ്റിയിലും പങ്കെടുക്കും. ഇതാണ് എന്റെ തീരുമാനം. ചേന്നംകുളത്ത് എലിസബത്ത് മാമന്റെ തീരുമാനം. അടിച്ചു പൊളിക്കേ. എടുക്ക, കാലെടുക്ക. Come on. Close.
ഗുഡ് മോർണിംഗ്. വാ ജിറ്റി, ഇരിക്കേ. അമ്പോ പോയല്ലോ ജനനായകന്റെ പിന്തുണയും പ്രതിച്ഛായയും. GT എത്താൻ വൈകിയതുകൊണ്ട് പാർട്ടി പ്രസിഡന്റ് എന്ന നിലയിൽ ഒരു പ്രാഥമിക ചർച്ച ഞങ്ങൾ നടത്തി കഴിഞ്ഞു. വൈകിയത് കൊണ്ടല്ല, വൈകിച്ചത് കൊണ്ടെന്ന് പറ. ഘടകകക്ഷികളിൽ ചിലർക്ക് GT വ്യവസായ വകുപ്പ് മന്ത്രിയായി തുടരുന്നതിൽ അതൃപ്തിയുണ്ട്. സർക്കാരിന്റെ പ്രതിച്ഛായക്ക് തന്നെ മംഗലേൽപ്പിച്ചു മിസ്റ്റർ GT നിങ്ങളുടെ പേരുള്ള അഴിമതി ആരോപണങ്ങൾ. തന്നെയുമല്ല, നിങ്ങളുടെ പേഴ്സണൽ സ്റ്റാഫിൽ സ്വജാതിക്കാരെ മാത്രമേ നിയമിക്കുള്ളൂ. വേറൊരു പരാതി. അയ്യോ എന്തൊരു സ്നേഹം, എന്തൊരു തെറ്റ്. ഇതിനെല്ലാം ഒരു മറുപടി പാർട്ടി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ GTയിൽ നിന്ന് കേൾക്കാനും പരിഹാരം കണ്ടെത്താനും ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നു. അതെ, ഒരു പരിഹാരം മാത്രം. ഇയാൾ അന്തസ്സോടെ മന്ത്രിസ്ഥാനം ഒഴിയണം. GT എന്തിന് സ്ഥാനം ഒഴിയണമെന്ന് നിങ്ങളൊക്കെ ഒന്ന് ബോധിപ്പിച്ചാൽ കൊള്ളാം. പ്രതിപക്ഷം നിയമസഭയിൽ തെളിവ് സഹിതം വെച്ച അഴിമതി ആരോപണത്തിന്റെ പേരിൽ എന്താ അത് പോരുന്നുണ്ടോ ഫാറൂഖ് ഷായ്ക്ക്? GTക്കെതിരെ പടയൊരുക്കം നടത്തുന്നവർ ഒരു കാര്യം മറക്കണ്ട, GT ഒറ്റയ്ക്കല്ല. GTയെ കൊണ്ട് രാജി വെപ്പിക്കുമെന്നുള്ള സ്ഥിരം ഷോയൊക്കെ വല്ല ചാനലിലും മതി. GTയുടെ പ്രതിച്ഛായയ്ക്ക് മേൽ കളങ്കമേൽപ്പിച്ചവർ ആരായാലും ശരി, അവരെ കൊണ്ട് തന്നെ ഞങ്ങൾ ആ മുള്ളെടുപ്പിക്കും. ജിറ്റി എല്ലാവരും ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു. സർ, എന്റെ രാഷ്ട്രീയ വനവാസത്തിനായി കാത്തിരിക്കുന്നവരോടും എന്റെ പേരിലുള്ള ആരോപണങ്ങൾ കൊട്ടിഘോഷിക്കുന്ന മാധ്യമ സുഹൃത്തുക്കളോടും പിന്നെ എന്നെ തുടച്ചു നീക്കാനായി ഒരുമ്പെട്ടിറങ്ങിയവരോടും ആദ്യ ആരോപണത്തിനുള്ള മറുപടി. ഞാൻ നടത്തിയെന്ന് പറയപ്പെടുന്ന 450 കോടിയുടെ അഴിമതി കഥയിലെ യഥാർത്ഥ പ്രതിനായകർ അധികാര ദുർമോഹങ്ങളുടെ പനിക്കടക്കയിൽ കിടക്കുന്ന അങ്ങയുടെ ഭരണകക്ഷിയിൽ തന്നെയുള്ള ചിലരാണെന്ന് ഞാൻ പറഞ്ഞാൽ, ആ ആരോപണം ഉന്നയിച്ച ഈ രാജൻ നാടാർ MLA അവരുടെ കണക്കപ്പിള്ള മാത്രമാണെന്ന് ഞാൻ പറഞ്ഞാൽ, അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് കിടക്കുന്ന അവരുടെ വകുപ്പുകൾക്ക് മേലെയുള്ള കളങ്കം പൊതിഞ്ഞു വെക്കാനാണ് ഈ അഴിമതി ആരോപണമെന്ന് ഞാൻ പറഞ്ഞാൽ, അത് പരസ്യമായിട്ട് ഇവിടെ വെച്ച് നിഷേധിക്കാൻ ഈ ഇരിക്കുന്നവരിൽ ആരെങ്കിലും തയ്യാറുണ്ടോ? അല്ല, അത് പിന്നെ ഇല്ലെങ്കിൽ അടുത്ത ആരോപണത്തിനുള്ള മറുപടി. പേഴ്സണൽ സ്റ്റാഫിന്റെ നിയമന കാര്യത്തിൽ സ്വജനപക്ഷപാതം കാണിച്ചുവെന്നും ഞാനൊരു വർഗീയവാദിയാണെന്നും മുദ്രകുത്തിയ മതേതരത്വ സംരക്ഷകർ ധൈര്യമുണ്ടെങ്കിൽ ഇവിടെ വെച്ചെഴുതിത്ത. അവരവരുടെ വകുപ്പിൻ കീഴിൽ വളയം പിടിക്കുന്നവർ, തൂപ്പുകാർ, ടോയ്ലറ്റ് കഴുകുന്നവർ, സെക്രട്ടറി തലം മുതൽ ക്ലാസ് 4 ജീവനക്കാരടക്കം പേരും ജാതിയും അടങ്ങുന്ന ഒരു ലിസ്റ്റ്. ഒപ്പം ഞാനും വെക്കാൻ എന്റെ ലിസ്റ്റ്. അത് കണ്ടാൽ അങ്ങേക്ക് വ്യക്തമാവും അതിലെ മതേതരത്വവും ഇവിടെ ഇരിക്കുന്നവരിൽ ചിലരുടെ ജാതി വെറിയുടെ കാണാ ചരിത്രവും. അതിന്റെ പേരിൽ അങ്ങേക്ക് കിട്ടുക എന്റെ രാജിയല്ല, ഇവിടെ ഇരിക്കുന്ന ഒരു പറ്റത്തിന്റെ കൂട്ടരാജി. ഇന്റലക്ച്വൽ അനാർക്കിസം നടമാടിയിരുന്ന ഒരു വകുപ്പിനെ ഇന്റലക്ച്വൽ റിജുവിനേഷനിലൂടെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതാണ് ഞാൻ ചെയ്ത മറ്റൊരു കുറ്റം. ജീർണം പിടിച്ചാൽ അതിനുള്ള ചികിത്സ അമുക്കുരം കൊടുക്കലാണെന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ രാഷ്ട്രീയ ജീർണതയ്ക്ക് കഴിയുമെങ്കിൽ അങ്ങനെ ഒരു ചികിത്സ ആവാം സർ. അയ്യോ എന്തൊരു ശരി എന്ന് പറയുന്നില്ലയോ?